വടക്കൻ കേരളത്തിലെ സാഹചര്യം കൂടി പരിശോധിക്കാം. കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തന്നെയാണ്. വിലങ്ങാട് ഉരുട്ടിയിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കോഴിക്കോട് നാദാപുരം കല്ലാച്ചി മേഖലകളിൽ മിന്നൽ ചുഴലിയുമുണ്ടായി. ഇന്നും പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലയ്ക്കും എന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കക്കയം ഡാമിന്റെ 2 ഷട്ടറുകളും 0.25 അടി വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. പുഴക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നുണ്ട്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, സംസ്ഥാനത്തൊട്ടാകെ അതിശക്തമായ മഴയാണ്. വടക്കൻ കേരളത്തിന്റെ സാഹചര്യവും വ്യത്യസ്തമല്ല. കോഴിക്കോട് ഈ കനത്ത മഴ ഏതൊക്കെ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും രോഹിണി, വടക്കൻ മലബാറിൽ അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കാണുകയാണെങ്കിൽ ഈ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്പസമയം മുമ്പ് വളരെ ശക്തിയിലായിരുന്നു മഴ പെയ്തത്. എന്തായാലും വലിയ നാശനഷ്ടം തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിൽ, വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വിലങ്ങാട് ഉരുട്ടിയിൽ, നമുക്കറിയാം വയനാടിന് സമാനമായി ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ് ഈ വിലങ്ങാട് ഉരുട്ടി എന്ന്. ആ വിലങ്ങാട് ഉരുട്ടിയിലാണ് ഇത്തരത്തിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായത്. വൈദ്യുതി ബന്ധം പോലും തകരാറിലായ ഒരു അവസ്ഥയാണ്. ഇതുവരെ പുനഃസ്ഥാപിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിർത്തിയിട്ട കാറിനും ലോറിക്കും മുകളിലേക്ക് പോസ്റ്റ് വീണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. അതോടൊപ്പം താമരശ്ശേരിയില് 9-ാം വളവിൽ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം 8-ാം വളവിൽ ഈ പാറക്കെട്ടുകൾ വലിയ രീതിയിൽ റോഡിലേക്ക് വന്നു പതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ താമരശ്ശേരി ചുരം വഴിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ബ്ലോക്ക് തന്നെയാണ് താമരശ്ശേരി ചുരത്തിൽ അനുഭവപ്പെടുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് നാദാപുരം കല്ലാച്ചി മേഖലകളിൽ വലിയ രീതിയിലുള്ള മിന്നൽ ചുഴലിയുടെ ഭാഗമായി വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതുവരെ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിവരം കൂടി നമുക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. 2 ഷട്ടറുകളാണ് നിലവിൽ ഉയർത്തിയത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിശക്തമായ മഴയാണ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലും അതിശക്തമായ മഴയാണ് അല്പസമയം മുൻപ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നിലവിലുള്ളത്. അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് മുൻപിലുള്ളത്. രോഹിണി.